നീ ഇത് കണ്ടോ? ഇത് പെയിന്റാ, ഇതും പെയിന്റാ. ഇവിടെ ചിലരുടെ വിചാരം അവരുടെ ബ്രഷിലെ പെയിന്റേ വൃത്തിക്ക് പിടിക്കുന്ന. അല്ലാന്ന് ഞാൻ തെളിയിക്കാൻ പോവാ. നീ ലീവ് കഴിഞ്ഞ് വരുമ്പോഴേ ചോദിച്ചേ വരാവൂ. അതെന്തിനാ? അല്ലെ വീട് മാറിപ്പോവും. അത്ര ഭംഗിയായിട്ടായിരിക്കും വീടും ഫർണിച്ചറും ഒക്കെ പെയിന്റ് ചെയ്യാൻ പോന്നെ. അതിന് കള്ളപ്പണി അറിയാത്ത ഒന്നാം തരം പെയിന്റ് പണിക്കാരെ ഞാൻ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. നടന്നല്ലേ? എന്താ തുടങ്ങിക്കോ? എന്ത്? ആദ്യം ആ മേശയും കസാരയും, പിന്നെ ഭിത്തിക്ക്, പിന്നെ ഓരോരോ മുറിയായിട്ട് തരാം. ചേട്ടൻ നാളെ കളിയാക്കാണോ? നീ അല്ലേ പറഞ്ഞത് നീ ലോകോത്തര പെയിന്ററാണെന്ന്? ഞാൻ നിന്റെ മിടുക്കൊന്ന് കാണട്ടടാ. വെറുതെ വേണ്ട, ഞാൻ നിനക്ക് ദിവസം 50 രൂപ വെച്ച് തരാം. അയ്യോ, അത് കുറച്ച് കൂടിപ്പോയില്ലേ? പിന്നെ താമസവും ഭക്ഷണവും ഫ്രീ. എനിക്കൊരു പിണ്ണാക്കം വേണ്ട, എന്നെ തുറന്നു വിട്ടാ മതി. ഞാൻ ഒരു പണി എടുക്കൂല. അങ്ങനെയാണെങ്കിൽ നിനക്ക് വേറെ ഫുഡും അക്കോമഡേഷനും ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. അത് മതി. പോലീസ് സ്റ്റേഷന്റെ നമ്പർ ഇപ്പോഴും 100 തന്നെ അല്ലേടാ? പിന്നെ നിന്റെ കൂടെ വേറെ കള്ളന്മാരുണ്ടായിരുന്നെന്നും അവന്മാർ ഈ വീട്ടിൽ നിന്ന് 5 ലക്ഷം രൂപയും 100 ഭവനും അടിച്ചു മാറ്റിയെന്ന് ഞാനൊരു തൂവെള്ള കടലാസിൽ പരാതി എഴുതി കൊടുക്കും. ചേട്ടോ, ഇനി എല്ലാം നിന്റെ ഇഷ്ടം. 50 രൂപയും കഞ്ഞിയും പയറുമാണോ വേണ്ടതെങ്കിൽ അതങ്ങനെ. ഗോതമുണ്ടയും ഗരുഡൻ തൂക്കുമാണ് വേണ്ടതെങ്കിൽ അങ്ങനെ. ചേട്ടാ, ഒരു മിനിറ്റത്തേക്കൊന്ന് തുറക്കൂ. എന്തിനാ ചേട്ടാ? അതെ, ബാത്റൂമില് വെള്ളമില്ല. സത്യം. ഒരു മിനിറ്റ്. എടാ ചെറുക്ക, നിനക്ക് തുണി മാറുന്ന സ്വഭാവമുണ്ടെങ്കിൽ ആ അലമാരിയിൽ എൻ്റെ മക്കളുടെ പഴയ ട്രൗസറും കുപ്പായവും ഒക്കെ ഉണ്ട്. നിനക്ക് ചേരുന്നത് നീ തപ്പിയെടുത്തു. പോകുമ്പോൾ ഞാൻ അതിൻ്റെ വാടക കൂലിന്ന് കുറച്ചോളാം കേട്ടോ. അണ്ടർവെയറിന് വാടകയുണ്ടോ? അത് ഫ്രീ. Do it again. ഇതാരുടെ ഗിറ്റാറാ ഏട്ടാ? അതെന്റെ മൂത്ത മകന്റെയാ. അപ്പോ ഗിറ്റാറിസ്റ്റ് ആയിരുന്നല്ലേ? അതെനിക്കറിഞ്ഞൂടാ. പക്ഷെ നാട്ടുകാർ അവനെ എന്തിനെങ്കിലും തല്ലിയിട്ടുണ്ടെങ്കിൽ ഇത് വായിക്കുന്നേനാ. നീ അതെടുത്ത് വായിക്കല്ലേ. എന്റെ മൂത്ത മോൻ വന്ന് നാട്ടുകാർ വിചാരിക്കും. അപ്പൊ വായിക്കണ്ടല്ലേ?
എൻ്റെ അച്ഛൻ്റെ പ്രായം ഇപ്പോൾ അല്ലെങ്കിൽ തല്ലിക്കൊന്ന് തട്ടിക്കളഞ്ഞാൻ. എന്തെങ്കിലും ചെയ്യാണ്ട് എങ്ങനെയാ പോകുന്നത്? ഇപ്പം ശരിയാക്കി തരാം. ശുദ്ധമായ വെള്ളം. പോട്ടെ. ഒരു ബംഗാളി കള്ളൻ തേടിയ ബംഗാളി കാലിച്ചെത്തി അപ്പം നീ മലയാളിയാണ്. ഹിന്ദിക്കാരാണെങ്കിൽ അച്ഛാന്നേ വിളിക്കൂ. എന്താണ് നിന്റെ പേര്? ഹരി. കരിയോ? കരിയല്ല സർ, ഹരി. ഓഹോ, അപ്പം നീയാണല്ലേ ഈ നാട്ടിലെ ആസ്ഥാന കള്ളൻ. നിനക്ക് വേണ്ടി വല വിരിച്ച് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ കുറെ കാലമായടാ. എന്റെ അതീവ കുശാഗ്ര ബുദ്ധിയിലും വിദഗ്ധമായ കരുനീക്കങ്ങൾക്ക് മുന്നിൽ ഏതൊരു കള്ളനും കൊടുക്കും. സർ ദയവ് ചെയ്ത് എന്നെ ഒന്നും ചെയ്യരുത്. ദേവോ, അങ്ങനെ ഒരു വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. കക്കുന്നവന്റെ കൈ ഞാൻ ചവിട്ടി ഒടിക്കും. കാമഭ്രാന്തന്മാരുടെ കണ്ണ് ചൂഴ്ന്നെടുക്കും. നിരപരാധികളെയോ? നിരപരാധികൾക്ക് ഞാനൊരു ഷേക്ക് ഹാൻഡും ഒരു ഗ്ലാസ് പാലും കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ നിരപരാധിയാണ്. അല്ല, നീ ആളൊരു ജഗജില്ലിയാണ്. അല്ലെങ്കിൽ ഈ പാതിരാത്രിക്ക് എൻകെ ഭൂതത്തിന്റെ ഈ അണ്ടകളാഹം പോലുള്ള കോട്ടയ്ക്കകത്ത് കയറാൻ ധൈര്യം കാണിക്കുമോ? ജോസഫേട്ട, ഔസേപ്പേട്ട, ഇങ്ങോട്ട് നടക്കണം. ഇങ്ങോട്ട് എന്തൊരിട്ട്. ഇല്ല, ടോർച്ചുണ്ടോടാ? ഇല്ല സർ. ഒരു ടോർച്ച് പോലും ഇല്ലാതെയാണോടാ രാത്രി മോട്ടിക്കാൻ ഇറങ്ങുന്നത്? എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീണ് ആര് ഉത്തരവാദിത്തം പറയും? ഔസേപ്പേട്ട, എൻകെ ഔസേപ്പേട്ട. ഇവിടെ ആരുമില്ല സർ, നമുക്ക് പോവാ. നീ എന്താ രാഘവ ഈ പാതിരാത്രിക്ക്? കർമ്മനിരതനായ ഒരു പോലീസ് ഓഫീസർക്ക് രാത്രിയെന്നോ പകലൊന്നുമില്ല. അവൻ ഏതു സമയവും ജാഗരൂകനായിരിക്കും. അതിരിക്കട്ടെ, ഔസേപ്പേട്ടൻ എന്തെടുക്കായിരുന്നു? ഇതെന്ത് മണ്ടൻ ചോദ്യമാ. ഞാൻ ഉറങ്ങുമായിരുന്നു. വെറും ഉറക്കമല്ല, പോത്തുപോലെ കൂർക്കം വലിച്ചു കിടന്നുറങ്ങായിരുന്നു പറ. പിന്നെ ചുറ്റുമുള്ളതൊക്കെ എങ്ങനെ അറിയും? നീ എന്താ രാഘവ പിച്ചും പെയ്യും ഒക്കെ പറയുന്നേ? പിച്ചും പെയ്യുമല്ല, ആരെയും ഞെട്ടിപ്പിക്കുന്ന ഒരു നഗ്നസത്യം. ഈ വീട്ടിൽ മോഷണം നടത്തി ആ മതിൽ ചാടി രക്ഷപ്പെടാൻ ഒരുങ്ങിയ അതിഭീകരനായ ഒരു പെരുങ്കളനെ ഐതിസാഹസികമായ ഒരു മൽപ്പിടുത്തത്തിലൂടെ ഞാൻ കീഴ്പ്പെടുത്തി. ഇപ്പോ അതെ, അതൊരു ഭയങ്കര മൽപ്പിടുത്തായിരുന്നു. എന്നിട്ട് അണ്ടർവെയർ അഴിച്ച് അവന്റെ അണ്ടകടാഹം വരെ ഞാൻ അരിച്ചു പെറുക്കി. ഞെട്ടിപ്പിക്കുന്ന പല യമണ്ട സാധനങ്ങളും കൈത്തട്ടി. പലതും കണ്ട് ഞാൻ ഞെട്ടി. പക്ഷെ തൊണ്ടി മാത്രം കിട്ടിയില്ല. എന്നിട്ട് ആ കള്ളനെ വിട്ടോ? വിടാനോ? ഈ SI S രാഘവനോ? ബ്രിങ് ഹിം. ആര്? വിളിച്ചിട്ട് വേണം. അത്രേ ഉള്ളൂ. എടാ കള്ള, അയ്യേ,
ഇവൻ കള്ളനല്ല, അയ്യേ അല്ലേ? ഇവൻ എന്റെ ബന്ധുവാ. ആ അതെ സർ, ഞാനും ഔസേപ്പേട്ടനും തമ്മിൽ പറഞ്ഞാൽ തീരാത്ത ബന്ധം. ആണോ? അതെ, ഇവൻ മാങ്ങാനത്തെ എന്റെ വല്യപ്പൻ ദേവസ്യയുടെ എലിപ്പനി പിടിച്ച് ചത്തുപോയ പെങ്ങടെ മതി മതി, ഇപ്പൊ മനസ്സിലായി. ഇതൊരിക്കലും പറഞ്ഞാൽ തീരാത്ത ബന്ധമാണെന്ന്. ഇവനെ തലയ്ക്ക് സുഖമില്ലാതെ നാട്ടുകാരെ ശല്യം ചെയ്ത് നടക്കുമായിരുന്നു. വൈദ്യനെ കാണിക്കാൻ കൊണ്ടുവന്നാ ഇവിടെ. ഓഹോ, അപ്പൊ അതാണ് കാര്യം. കഷ്ടം, ഇത്ര ചെറു പ്രായത്തില്. എന്തായാലും ഇത്രയും ചെയ്ത സ്ഥിതിക്ക് ഒരു കൈസഹായം, ഇവനെ ആ മുറിയിലോട്ടൊന്ന് ആക്കി തരാമോ? പിന്നെന്താ ഔസേപ്പേട്ടാ, മറക്കടാ. നമുക്ക് ജയിലിൽ പോയാ പോരെ? ഒരു മനോരോഗിയുടെ ജൽപ്പനങ്ങൾ. മാമനെ വാ, പോലീസ് മാമനല്ലേ വിളിക്കുന്നത്. വാ. നമുക്ക് ജയിലിൽ പോവാ. ലിസൺ പ്ലീസ്, യാതൊരു കേടുപാടും കൂടാതെ ആ മുറിയിൽ കൊണ്ടുപോയി ഭദ്രമായി ഇവരെ സൂക്ഷിച്ചു വെക്കണം. എനിക്ക് ഒരു കേടുമില്ല, ഇവിടെ കൊള്ളൂല. നമുക്ക് ജയിലിൽ പോവാ. ഞാൻ ജയിലിൽ പോയിട്ട് പോലീസ് മാമ മോനെ കൊണ്ടുപോകും. നടക്ക് മോനെ. കൊച്ചു കുട്ടികളെ പോലെ വാച്ച് പിടിക്കുന്നു. പിള്ളേരല്ലേ, നമ്മളിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ അരവട്ട് മുഴുവട്ടാവും. അതെ, ഒക്കെ ശരിയാക്കാം. എനിക്ക് ഭ്രാന്തില്ല. മാമ ശരിയാക്കാം. അപ്പൊ ഞാനങ്ങോട്ട് വരും. ജയിലിൽ കിടക്കാൻ എന്തൊരു കൊതിയാ കുട്ടിക്ക്. സാറേ, വന്ന് കള്ളനേതാ സാധാരണക്കാരനേതാ മനോരോഗി ഏതാന്ന് ഒരു പിടുത്തം കിട്ടാത്ത കാലമായില്ലോ ഭഗവാനെ. ആ മനോരോഗിക്ക് എന്താ സംഭവിച്ചിരുന്നെങ്കിലേ വെള്ളം കുടിച്ചു പോയനെ. ഓർമ്മിപ്പിക്കാടോ, അത് ഓർത്തിട്ട് വല്ലാത്ത പരവേശം. ഇച്ചിരി വെള്ളം കുടിക്കുന്നു. എനിക്ക് വേണ്ട. കുടിച്ചോ. ഔസേപ്പേട്ടാ, വല്ലാത്ത പരവേശമുണ്ട്. ഇത്തിരി വെള്ളം ഇങ്ങനെ ദാഹിച്ചിട്ട് പാടില്ല. നന്നാറിയിട്ടിട്ടുണ്ടല്ലേ? നന്നായിട്ടുണ്ട്. ജീപ്പിൽ വേറെ വെള്ളമല്ല, ഇത് ഞാൻ എടുത്തോട്ടെ. ഓ, അടപ്പ്. താങ്ക് യു. മാമന് സന്തോഷമായി.